എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ പെൺകുട്ടി ഇത്ര ആഴത്തിലൊരു കവിത കണ്ടെത്തുക, അതിന് ദൃശ്യപരമായി ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ നോ, ഐ കാൻ ബിലീവ് ഇറ്റ്. സംബഡി ഷുഡ് ബി ബിഹൈൻഡ് ഇറ്റ്. സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പത്മിനി ടീച്ചർക്ക്. അത്യാവശ്യം പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. ഓഹോ. പക്ഷെ ഈ കവിത തിരഞ്ഞെടുത്തതും പുതിയ വരികളിൽ ചേർത്തതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും എല്ലാം ആ കുട്ടി തന്നെയാ. അതും താനാണ് ചീഫ് ഗസ്റ്റ് എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ഈ ചുരുങ്ങിയ ദിവസങ്ങൾ. നുണയാണത്. ഞാനത് വിശ്വസിക്കില്ല. എന്നെ അതാകെ ഉലച്ചു കളഞ്ഞു. ആ കവിത എഴുതിയപ്പോ ഞാൻ അനുഭവിച്ച വികാരം, ആ പ്രക്ഷുബ്ധത, രോഷം, പ്രത്യാശ എല്ലാം ഞാൻ വീണ്ടും അനുഭവിച്ചു. പിന്നെ വിപ്ലവത്തിന്റെ ആ ദിനങ്ങളും. എന്തായാലും എനിക്ക് സമാധാനമായി. കണ്ണു പൊട്ടണ ചീത്ത കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ കവിത എടുത്ത് കുളവാക്കി, വേണ്ടാത്തവരെ എഴുതി ചേർത്തു, ധിക്കാരം കാണിച്ചു, തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ട് പൊരിക്കുമെന്നാ ഞാൻ കരുതിയേ. ഹാവ്, ഇന്ന് സമാധാനമായിട്ട് കിടന്നു ഉറങ്ങാം. മണി 12 കിടക്കാം. താൻ കിടന്നോ? എനിക്കിന്ന് ഉറക്കല്ലാത്ത രാത്രിയാ. ഓഹോ, എന്നാ ഗുഡ് നൈറ്റ് ആണ്. അമ്മതൻ നെഞ്ചിൻ നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തി പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറി